ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിക്ക് വേണ്ടിയിട്ട് രേവതി കാറൊക്കെ വാങ്ങി കൂട്ടുകാരനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ സച്ചി വന്ന് നോക്കുന്നുണ്ട് കാറ്. സച്ചി പറയാണ്, ഇത് എനിക്ക് നോക്കിയ കാറല്ലട, എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല ഞാനത് വിട്ടത്, ഇത് നോക്കാനൊന്നുമില്ല, ഇത് ഫുൾ കണ്ടീഷനാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും അവനൊന്ന് വെറുതെ ജസ്റ്റ് നോക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇഷ്ടപ്പെടാതെ അപ്പോൾ രേവതി അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. രേവതി കേൾക്കില്ല, കൂട്ടുകാരൻ വിളിച്ച് പറയുകയാണ്, അതെ അപ്പം നിനക്ക് കാർ ഇഷ്ടപ്പെട്ടു അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ രേവതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സച്ചിയെയും കൊണ്ട് രേവതിയും രേവതിയുടെ അമ്മയും എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് സച്ചിയെ അവിടേക്ക് എത്തിക്കുന്നത്. ആ സമയത്ത് അവിടെ കാറുമായി കൂട്ടുകാരൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ കാർ എന്താ ഇവിടെ കിടക്കുന്നത് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അതെൻ്റെ കൂട്ടുകാരൻ പൂജിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ പൂജാരി പൂജിക്കലൊക്കെ കാറൊക്കെ പൂജിച്ചതിന് ശേഷം താക്കോല് രേവതിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ രേവതിക്ക് എന്തിനാ താക്കോല് കൊടുക്കുന്നതെന്ന് സച്ചി അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പൂജാരി അതുപോലെ തന്നെ കൂട്ടുകാരനും പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇവളാണ്, രേവതിയാണ്. രേവതി നിനക്ക് വേണ്ടി വാങ്ങിയ കാറാടാ ഇത് എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സച്ചിയുടെ കണ്ണ് നിറഞ്ഞു പോവാണ്. അങ്ങനെ ആ താക്കോല് രേവതി സച്ചിയുടെ കയ്യിലും കൊടുക്കുന്നുണ്ട്. സച്ചിക്ക് ഒരുപാട് സന്തോഷമാവാണ്. വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി എന്തായാലും സച്ചിക്ക് ആ ഒരു കാറ് കിട്ടുമ്പോൾ. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും നാളെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.